ఇది ബാക്ക് റൂംസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുട്ടിമാമ ഞെട്ടിമാമ. ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ ശരിക്കും ഒരു ഉത്സവകാലമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്റർനെറ്റിൽ കോടിക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തുകയും വലിയൊരു തരംഗം സൃഷ്ടിക്കുകയും ചെയ്ത ഇത് ബാക്ക് റൂംസ് എന്ന ആ ഒരു വൈറൽ ഹൊറർ സീരീസ് ഒടുവിൽ തിയേറ്ററിൽ വമ്പൻ ഹോളിവുഡ് സിനിമയായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇൻഡിഡിയോസ് ഒക്കെ സംവിധാനം ചെയ്ത വിഖ്യാത ഹൊറർ മാസ്റ്റർ നമ്മുടെ ജെയിംസ് വാൻ നിർമ്മിച്ച പ്രശസ്ത ഹൗസ് പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള A24 ആണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും 20 വയസ്സുകാരനായിട്ടുള്ള കെയിൻ പാഴ്സൺ ആണ് നമ്മുടെ യൂട്യൂബിലൂടെ സംവിധാനം പഠിച്ച് A24ൻ്റെ ആ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് സംവിധാനമായിട്ട് എത്തിച്ചേരുന്നത്. എനിക്കൊന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സംവിധായകൻ ആയിരിക്കും ഇദ്ദേഹം. ഇനി സിനിമയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ബാക്ക് റൂംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാറുള്ള, എന്നാൽ ആളുകൾ ആരുമില്ലാത്ത തികച്ചും ശൂന്യമായ ചില ഇടങ്ങളിൽ, ഉദാഹരണത്തിന് ആളൊഴിഞ്ഞ ഒരു ഓഫീസ് മുറികൾ, അല്ലെങ്കിൽ പാതിരാത്രിയിലെ വിജനമായ റെയിൽവേ സ്റ്റേഷനുകൾ, അല്ലെങ്കിൽ വലിയ ഹാളുകൾ, ഇവ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിചിത്രമായിട്ടുള്ള ഭയവും അസ്വസ്ഥതയും വരാറില്ലേ? ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ ലിമിനിയോൾ സ്പേസ് എന്ന് പറയുന്നത്. 2019 ഇന്റർനെറ്റിൽ വന്ന ഒരു അജ്ഞാത ചിത്രത്തിൽ നിന്നാണ് ബാക്ക് റൂംസ് എന്ന ആശയം ജനിക്കുന്നത്. പിന്നീട് കെയിൻ പാഴ്സൺ എന്ന മിടുക്കൻ ആ പയ്യൻ തൻ്റെ വീട്ടിലിരുന്ന് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിനൊരു ഹ്രസ്വചിത്ര പരമ്പരയാക്കി മാറ്റി. നമ്മൾ ജീവിക്കുന്ന ഈ യഥാർത്ഥ ലോകത്തിൻ്റെ ചുവരുകൾക്കിടയിലൂടെ അബദ്ധത്തിൽ ക്ലിപ്സായിട്ട് മനുഷ്യർ മറ്റൊരു സമാന്തര ലോകത്തേക്ക് വീണുപോകുന്നു എന്നതായിരുന്നു ആ കൺസെപ്റ്റ്. ഈ വൈറൽ ഐഡിയയാണ് ഇപ്പോൾ ഒരു വമ്പൻ സിനിമയാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് വരാം. 1990കളുടെ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. പ്രശസ്ത താരം ചിറ്റുവർ NG4 അവതരിപ്പിക്കുന്ന ക്ലാർക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഇതിലെ നായകൻ. പുള്ളി ഒരു ഫർണിച്ചർ കട നടത്തുകയാണ്. ബിസിനസ് എല്ലാം തകർന്ന തരിപ്പണമായി വലിയ കടക്കാരനായിട്ട് ഭാര്യയുമായിട്ട് പിരിഞ്ഞ് ജീവിതം മൊത്തത്തിൽ വഴി പിഴച്ചുപോയ ഒരു അവസ്ഥയിലാണ് ക്ലാർക്കിൻ്റെ ജീവിതം. ഒരു രാത്രിയിൽ തൻ്റെ കടയുടെ ബേസ്മെൻറ്റിലെ ഫ്യൂസ് ബോർഡിന് സമീപം അവിചാരിതമായിട്ട് ചില ശബ്ദങ്ങൾ അയാൾ കേൾക്കുന്നു. അവിടെ പരിശോധിക്കുമ്പോൾ സാധാരണ ഒരു ചുവരാണെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗത്തിലൂടെ മനുഷ്യർക്ക് അപ്പുറത്തേക്ക് നടന്നു പോകാൻ കഴിയുന്ന ഒരു രഹസ്യ വഴി അയാൾ കണ്ടെത്തുന്നു. അത് ചെന്നെത്തുന്നത് അവസാനമില്ലാത്ത ഒരു പഴയ മഞ്ഞ കാർപ്പറ്റൊക്കെ ഉള്ള ഒരു ഫ്ലൂറസൻ്റ് ലൈറ്റുകളുടെയൊക്കെ മടുപ്പിക്കുന്ന മഞ്ഞ വെളിച്ചമുള്ള നിറഞ്ഞ ഒരു വിചിത്രമായിട്ടുള്ള ഓഫീസുകളുടെ ശൃംഖലയിലേക്കാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. പിന്നീട് ക്ലാർക്കിനെ കാണാതാവുകയാണ്. അയാളെ തിരഞ്ഞ് അയാളുടെ തെറാപ്പിസ്റ്റായിട്ടുള്ള ഡോക്ടർ മേരി ഈ കടയിലെത്തുകയും അവരും ഈ ഒരു നിഗൂഢമായിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് ചെന്ന് പഠിക്കുകയും ചെയ്യുന്നു. സ്വന്തം ജീവിതത്തിലെ കടുത്ത വിഷമങ്ങളുടെയും ആ മേരി കടന്നു പോകുമ്പോൾ ഈ ലോകം ഈ ഡോക്ടറിന് വളരെ ഒരു വലിയൊരു മാരകമായിട്ടുള്ള ഒരു ലോകമായിട്ട് മാറുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് മിക്ക ഹൊറർ സിനിമകളും വിഷ്വൽ എഫക്റ്റുകളും അല്ലെങ്കിൽ CG ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എന്നാൽ A24 കമ്പനി ഈ സിനിമയ്ക്കായിട്ടുണ്ടല്ലോ ഏകദേശം 30 അടി ചതുരശ്ര അടി വലുപ്പമുള്ള ഒരു കുറ്റൻ യഥാർത്ഥമായിട്ടുള്ള ഒരു സെറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെറ്റ് എത്ര വലുതാണെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങുകളിൽ പറക്കി ഇതിനകത്ത് വഴിതെറ്റിപ്പോയെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഇതിലെ സൗണ്ട് ഡിസൈനിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭയപ്പെടുത്തുന്ന വലിയ ഒരു സൈലൻസ് ഇടയിൽ പോലും കേൾക്കുന്ന ലൈറ്റുകളുടെ ഈ ചെറിയ മൂളലുണ്ടല്ലോ, അതൊക്കെ, അതോടൊപ്പം തന്നെ ഈ കാർപ്പറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ശരിക്കുണ്ടല്ലോ തിയേറ്ററിൽ നമ്മളിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്റ്റാൻലി കൂബ്രേറ്റ്സിൻ്റെ ആ ഒരു ഇത് ഷൈനിങ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശബ്ദവും ഒട്ടും നമ്മളെ സഡൻലി പേടിപ്പിക്കുന്ന ആ ഒരു രീതിയിലല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയെ ഇങ്ങനെ ഭയപ്പെടുത്തി നല്ലൊരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സിനിമയുടെ ആദ്യത്തെ 2 ഭാഗങ്ങളും നല്ലതുപോലെ നമ്മളെ എൻഗേജ്ഡ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ അവസാനത്തെ ഒരു 30 മിനിറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിൽ എത്തുമ്പോൾ ആദ്യ പകുതിയിലെ ആ ഒരു നിഗൂഢത അതേപടി നിലനിർത്തുന്നതിന് പകരം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ
ആ കഥാപാത്രങ്ങളുടെ ആ ഒരു സംഭാഷണങ്ങളിലൂടെ അനാവശ്യമായി പിന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തിരക്കഥ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കഥയെ ഒരു സസ്പെൻസ് മോഡിൽ നിന്നും മാറ്റി പെട്ടെന്നൊരു സാധാരണ ഒരു ഹൊറർ സിനിമയാക്കാൻ ശ്രമിച്ചത് എന്നെ നിരാശപ്പെടുത്തി എന്ന് പറയാം. ആ ലാസ്റ്റ് 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലെ ഐസാനിക് എന്ന് പറയുന്ന ആ ഒരു പിന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും സിനിമ കൃത്യമായിട്ട് ഉത്തരം നൽകുന്നില്ല എങ്കിലും ക്ലൈമാക്സിൽ മേരിയുടെ ഒരു വികലമായിട്ടുള്ള മറ്റൊരു രൂപം കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന രംഗം ഒരു നല്ല രീതിയിൽ നമുക്ക് തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ പോലും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചുരുക്കത്തിൽ സ്ഥിരം കണ്ടു മടുത്ത പ്രേത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനസ്സിനെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു സൈക്കോളജിക്കൽ മൈൻഡ് വെൻഡർ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബാക്ക് റൂംസ് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. ഞാൻ ഈ ചിത്രത്തിന് ഏകദേശം 5-ൽ 3.7 വരെ മാർക്ക് നൽകുന്ന സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ ബാക്ക് റൂംസിൻ്റെ വെബ് സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.